എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു സ്ഥലമാണ് ഇപ്പോഴും കാണുന്നത്. ഈ പുഴയുടെ ഈ ഒരു വശത്ത് ഒരു മാടന്നയുടെ ക്ഷേത്രമെല്ലാം ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ പുഴയുടെ തീരം വഴിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറേ നടന്ന് കാണാം. ആ നടന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. നമുക്ക് എന്തായാലും അത് നോക്കാം. നല്ലതാണോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ശരിക്കും പുഴ നന്നായിട്ട് ഇവിടെ ഒഴുകുന്നുണ്ട്. നല്ല ഈ മറ്റേ വനത്തിൽ കൂടെയൊക്കെ ഒഴുകുന്ന പുഴ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. കണ്ടില്ലേ, ഒരുപാട് വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ വീണ് കിടപ്പുണ്ട്. ശരിക്കും വെള്ളം വളരെ കുറവാണ് നോർമൽ ടൈമിൽ. ഇപ്പം നല്ല രീതിയിൽ വെള്ളമുണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ, സ്പെഷ്യൽ പൂവെല്ലാം ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇതുപോലുള്ള റെയർ പൂക്കളൊക്കെ ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ കൃഷിഭൂമിയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വയൽ ഏരിയയാണ്. വയലിൽ കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വേസ്റ്റ് ലാൻഡായിട്ട് കിടക്കുകയാണ്. എല്ലാം നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. കാരണം അവിടെ കൊക്കുകൾ കുറേ അവിടെ വിശ്രമിക്കുന്നുണ്ട്. അങ്ങ് വയലിൽ കണ്ടില്ലേ, കുറേ കൊക്കുകൾ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. വെള്ളക്കൊക്കുകൾ. ഈ കൊക്കുകളെ തന്നെ കാണാൻ റെയറാണ്. എടേ, എന്തെങ്കിലും വെച്ച് ഓടിച്ചു വിട്ടാണ് ഇവിടെ. അത് പറന്നു പോയി. ഞങ്ങൾ ചെറിയൊരു വിദ്യ പ്രയോഗിച്ച് അങ്ങനെയാണ് അത് പറന്നത്. ഇവിടെ കടപുഴകി വീണ ഒരു വലിയ മരം ഇവിടെ കിടപ്പുണ്ട്. ഈ ഇപ്പോഴത്തെ മഴയിൽ, കണ്ടിന്യൂസ് മഴയായിരുന്നല്ലോ, ഇപ്പോഴത്തെ മഴയിൽ വീണതാണത്. ഇവിടെ വനം പോലെയാണ്. നടക്കാൻ നല്ല ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഇതുവഴി നടക്കാനൊന്നും പറ്റില്ല. ഇത് മനോഹരമായൊരു സ്ഥലമായിരുന്നു. നേരത്തെ വയൽ, വെള്ളം. ഇവിടെ കണ്ടില്ലേ, ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള എന്തോ ഒരു കായാണിത്. അറിയില്ല എന്താണെന്ന്, പേരൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതാണത്. വലിയൊരു വൃക്ഷമാണിത്. കണ്ടില്ലേ, ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ് കിടക്കുകയാണിത്. ശരിക്കും വൻ വൃക്ഷമായിട്ട് നിൽക്കുകയാണിത്. കാണുന്ന അങ്ങോട്ടുള്ള നല്ല ഇരുട്ടാണ്. കൈതകളിങ്ങനെ ഒരുപാട് കൈതകളുണ്ട്. ഈ കൈതകളെല്ലാം ഇപ്പം കാണാൻ തന്നെ വളരെ റെയറാണ്. നല്ല മനോഹരമായ ഈ സ്ഥലങ്ങളാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒറിജിനൽ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അത്ര നല്ല മനോഹരമായ സ്ഥലങ്ങൾ. റബ്ബർ ബാക്കിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കൈതകൾ ഇപ്പോൾ ഉണ്ട്. എന്തോ ഒരു അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. ഏതോ കിളിയാണിത്. ശരിക്കും ഒഴുക്കുണ്ട് ഇവിടെ.
ഇവിടെ എന്തോ ഒരു വലിയ വൃക്ഷം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇരുട്ടി തുടങ്ങി, ഇങ്ങോട്ടെല്ലാം നല്ല ഇരുട്ട് ആയി തുടങ്ങി. പെട്ടെന്നൊന്ന് പോയിട്ട് വരാം അവിടെ ആ ഒരു ഭാഗത്തേക്ക്. ഈ നദിയുടെ ഒഴുക്ക് കാണാനാണ് നല്ല മനോഹരമായ ഒരു സൗണ്ടും എല്ലാം കൊണ്ടേ. ഇവിടെ ഒരു പ്രത്യേക ഒരു ചെടിയാണിത്. നമ്മൾ വീട്ടിലെ നാട്ടു വളർത്തുന്ന ടൈപ്പ്. അതിൻ്റെ തിളിർ ഇലകൾക്ക് ആ ഒരു കളർ കൊണ്ട് പ്രത്യേക കളറാണ്. ഇവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കുകയാണ്. കാരണം വെച്ചാൽ കണ്ടിന്യൂസ് മഴയാണ്. ആൾക്കാർ കൃഷിയെല്ലാം മറ്റേ നെൽകൃഷി അല്ലാത്തതിനാൽ ആ വെള്ളം അങ്ങ് പോകാൻ നിവർത്തിയില്ല. ആ ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലമാണിത്. ഉണ്ടല്ലേ ഈ അമ്പലം. ഇതിൻ്റെ ചുറ്റിനും കുറേ പഴയ വൃക്ഷങ്ങളതെല്ലാം ഉണ്ട്. ഇങ്ങനെ താഴെ ഇങ്ങനെ കണ്ടില്ലേ പാടം. ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ തോടുണ്ട്. ആ തോടിന് ചെറിയൊരു കലിങ്ങെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ അമ്പലം. അപ്പോൾ ഇവിടെ പണികൾ എന്തൊക്കെ നടക്കുകയാണ് കണ്ടില്ലേ. ഇവിടെ പണികൾ നടക്കുകയാണ്, അതിനാൽ ഇവിടെ അടച്ചേക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് സംഭവം. തെച്ചിയാണ്, നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. ഇത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ചിലപ്പോൾ ഇത് ഈ ക്ഷേത്രം വിപുലപ്പെടുത്താനുള്ള സെറ്റപ്പായിരിക്കും. അപ്പോൾ അത് ശരിക്ക് അത് വർക്കിംഗ് വേണ്ടി ഇങ്ങനെ ഇവിടെ അടച്ചിട്ടേക്കാണ്. നിബിഡമായ വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനൊന്ന് കാണിക്കാം. കണ്ടില്ലേ, നിബിഡമായ വൃക്ഷങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ പഴയത് കാവെന്നെല്ലാം പറയും. കാവ് പോലുള്ള പഴയ വൃക്ഷങ്ങളുണ്ട് ഇവിടെ. ശരിക്ക് കണ്ടോ, ഇത് കൈ ആഞ്ഞിലി മരത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണിത്. ഇതിനകത്താണ് ഇത് വേറെ എടുത്ത് കളയുന്നതാണത് അവർ. അതിവിശാലമായൊരു സ്ഥലമാണിത്. എന്തൊക്കെയോ ഇങ്ങനെ പൂക്കളും ചെടികൾ അവിടെ കണ്ടില്ലേ, മനോഹരം എന്തോ പൂക്കളാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് അറിയില്ല, എൻ്റെ പേരൊന്നും അറിയത്തില്ല. കണ്ടില്ലേ, വിശാലമായ മരങ്ങൾ നിൽക്കുന്നുണ്ട്. വളരെ വൻ വൃക്ഷങ്ങളാണ്. വൻ വൃക്ഷങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ കണ്ടില്ലേ, ഈ നെൽപ്പാടങ്ങളാണ് ഇതെല്ലാം തന്നെ. നെൽപ്പാടങ്ങളെല്ലാം തന്നെ ഈ കൃഷിയില്ലാത്തതിന് ഇങ്ങനെ കിടക്കുന്നതാണ്. ശരിക്കും വനത്തിൽ കൂടെ നടക്കുന്ന ഭൂമിയിലേക്കുള്ള ചെറിയ നദികളുണ്ടല്ലോ, അതുപോലെ നമുക്ക് തോന്നും. ശരിക്കും കണ്ടില്ലേ, ഇവിടെ നല്ല രീതിയിൽ വൃക്ഷങ്ങളെല്ലാം ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണിതെല്ലാം. എന്തായാലും ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് പോയതിന് സെയിം കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്.
അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ടാകും. നല്ല ഇരുട്ടി. ഞാൻ ഇവിടെ നിന്നല്ല നേരത്തെ വന്ന് നത്തയ്ക്കുന്നൊരു സാധനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരം ഇങ്ങനെ കടപുഴകി വീണ് കിടക്കുകയാണ് വയലിലോട്ട്. ആദ്യം കണ്ടല്ലേ ഇവിടെ എന്താ കുറേ അട്ടകളൊക്കെ ഉണ്ട്. അട്ടകളെ ഒന്നും കൂടെ കാണിക്കാം. 2 അട്ടയുണ്ട് ഇവിടെ. ഉണ്ടല്ലേ, മനോഹരമായ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ പൂക്കൾ ഇവിടെ നേരത്തെ കാണിച്ചിട്ട് പൂവാണിത്. വെള്ളത്തിൻ്റെ ഒഴുകുന്ന ഒച്ച കേൾക്കാൻ നല്ല മനോഹരമാണ്. പക്ഷേ ഇതിന് വിത്ത് വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് ആർക്കും നീന്തലെന്ന് പറഞ്ഞു 2 പേർക്കും. വീണ അവിടെ കിടക്കേ ഉള്ളൂ. ഭയങ്കര ഒഴുക്കാണ്. മനോഹരമായ പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ ഏകദേശമൊക്കെ നമ്മൾ കണ്ടു തീർന്ന് വന്ന വഴിക്കില്ല. ഞാനിത് ഏകദേശം നിർത്തുകയാണ്. അപ്പോഴും നിങ്ങളെ ഞാൻ ഈ പുഴയുടെ കുറേ ഭാഗം കൂടെ കാണിച്ചു തന്നു. അപ്പം നിങ്ങളതിനെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടുക. സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്.